ദൈവത്തെ വെല്ലുവിളിച്ച ഒരു കൃഷിക്കാരൻ്റെ കഥയാണ് നാം ഇന്ന് കേൾക്കുവാൻ പോകുന്നത്. ആ വർഷം ആ കൃഷിക്കാരൻ്റെ കൃഷിസ്ഥലത്തെ വിളവ് വളരെ മോശമായിരുന്നു. അയാൾ ദൈവത്തോട് പരാതി പറഞ്ഞത് ഇങ്ങനെയാണ്: സത്യം പറഞ്ഞാൽ നിനക്ക് കൃഷിയെക്കുറിച്ച് ഒന്നും അറിയില്ല. എപ്പോൾ വെയിൽ വേണമെന്നോ എപ്പോൾ മഴ വേണമെന്നോ നിനക്കറിയില്ല. കാലാവസ്ഥ നിയന്ത്രിക്കുവാനായിട്ട് എന്നെ അനുവദിച്ചാൽ ഞാൻ നിനക്ക് കാണിച്ചു തരാം എങ്ങനെ കൃഷി ചെയ്യണമെന്നും എങ്ങനെ നല്ല ഫലം പുറപ്പെടുവിക്കണമെന്നും. ദൈവം ഇയാളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അയാളോട് പറഞ്ഞു, ശരി, അടുത്ത ഒരു വർഷത്തേക്ക് കാലാവസ്ഥ നിയന്ത്രിക്കുവാനുള്ള അനുവാദം ഞാൻ നിനക്ക് തരാം. ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ അയാൾ കൃഷി ആരംഭിച്ചു. വിത്തുപാകി. മഴയ്ക്ക് വേണ്ടി അയാൾ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ദൈവം അയാൾക്ക് മഴ നൽകി. വെയിൽ വേണം എന്നാഗ്രഹിച്ചപ്പോഴൊക്കെ ദൈവം അയാൾക്ക് വെയിൽ നൽകി. വിത്തുകൾ മുളച്ച് പൊങ്ങി, അത് കതിരായി. കതിരുകൾ കണ്ടപ്പോൾ അയാൾക്ക് സന്തോഷമായി. കാരണം നല്ല ആരോഗ്യമുള്ള കതിരുകൾ. ദൈവത്തെ തോൽപ്പിക്കാം എന്ന് അയാൾ മനസ്സിൽ വിചാരിച്ചു. വിളവെടുപ്പിൻ്റെ സമയമായി. വിളവെടുപ്പ് കഴിഞ്ഞ് അയാൾ കതിര് പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് കതിരിൻ്റെ ഉൾഭാഗം മുഴുവൻ ശൂന്യമാണ്. പുറമേയുള്ള ആരോഗ്യം മാത്രമേയുള്ളൂ. ദൈവത്തോട് അയാൾ പരാതി പറഞ്ഞു, എന്തുകൊണ്ടാണ് മഴയും വെയിലും മാറി മാറി ലഭിച്ചിട്ടും എൻ്റെ കതിരുകൾ ഉള്ളു ശൂന്യമായി പോയത്? ദൈവം അയാളോട് ഇപ്രകാരം മറുപടി പറഞ്ഞു, നീ വെയിലിനു വേണ്ടി പ്രാർത്ഥിച്ചു, നീ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പക്ഷേ നീ മഞ്ഞിനു വേണ്ടിയോ നീ കാറ്റിനു വേണ്ടിയോ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടിയോ നീ പ്രാർത്ഥിച്ചില്ല. സത്യത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് കതിരുകൾക്ക് ബലമുണ്ടാവുന്നത്. അത് ഉള്ള് എപ്പോഴും കരുത്തുള്ളതായിട്ട് മാറുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. അനുകൂലമായ സാഹചര്യങ്ങളും കാലാവസ്ഥകളും നമ്മളെ ഒരിക്കലും ശക്തരായിട്ടുള്ള മനുഷ്യരാക്കില്ല. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വിഷമങ്ങളൊക്കെ കൂടുതൽ കരുത്തരായിട്ട് വളരുവാൻ നമ്മെ സഹായിക്കുന്നവയാണ് എന്ന് തിരിച്ചറിയണം. എല്ലാവർക്കും നല്ലൊരു ദിവസം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. പുതിയ ഒരു കഥയുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. നന്ദി.